കൊച്ചി എളമക്കരയിലെ ലോഡ്ജിൽ നിന്ന് ലഹരി സംഘം പിടിയിൽ 5 പേരാണ് പിടിയിലായത്. കഞ്ചാവ്, കൊക്കൈൻ, MDMA തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ആരെല്ലാമാണ് പിടിയിലായത്? എങ്ങനെയാണ് ഈ പരിശോധന നടത്തിയത്? കൂടുതൽ വിവരങ്ങളുണ്ടോ? സ്മിത, ഇന്നലെ രാത്രി എളമക്കരയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് മാരക ലഹരി ഉൽപ്പന്നങ്ങളുമായി യുവതി അടങ്ങുന്ന 5 അംഗ സംഘം എളമക്കര പോലീസിന്റെ പിടിയിലാകുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ്, കൊക്കൈൻ, മെത്ത് അടക്കമുള്ള മാരക ലഹരി മരുന്നുകളാണ് കണ്ടെത്തിയത്. ഇതിന്റെ അളവ് എത്രത്തോളമാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയാകുന്നതേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനകത്ത് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് കണ്ടെത്തിയ, അല്ലെങ്കിൽ ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ലഹരി വസ്തുക്കളുടെ കണക്കുകളടക്കം പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഏറെ നാളുകളായി കച്ചവടം നടന്നു വരികയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും 5 പേരും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് അകത്തുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും എത്രത്തോളം ലഹരി മരുന്നുകൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു എന്നടക്കമുള്ള അളവ് തൂക്കങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള ലഹരി പരിശോധനകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളടക്കം നിരവധി പേർ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കൊച്ചിയിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ സംഭവമാണ് എളമക്കര ലോഡ്ജ് കേന്ദ്രീകരിച്ചുള്ള മാരക ലഹരി വിൽപ്പന. ശരി, കൊച്ചി എളമക്കരയിലെ ലോഡ്ജിൽ നിന്നാണ് 5 അംഗ സംഘം പിടിയിലായത്. കഞ്ചാവ്, കൊക്കൈൻ, MDMA തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയായിരുന്നു.